നോക്കിക്കാണുന്നത്. മഞ്ചേശ്വരത്തും നേമത്തും ഒപ്പം തന്നെ കഴക്കൂട്ടത്തും ശക്തമായ മത്സരമാണ് നടക്കുന്നത്. വിജയിച്ച് കയറാം എന്നുള്ള പ്രതീക്ഷ നിലനിർത്തുമ്പോഴും പക്ഷേ അത് എളുപ്പമാകില്ല എന്നുള്ളതാണ് ബിജെപിയുടെ നിലവിലെ കണക്കുകൂട്ടൽ എന്ന് പറയുന്നത്. ഒപ്പം തന്നെയാണ് ഈ പാലക്കാട് കാട്ടാക്കട മണ്ഡലങ്ങളിൽ, കാട്ടാക്കട വട്ടിയൂർക്കാവ് മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളാണ്. അവിടെയും ത്രികോണ മത്സരം ഒക്കെ നടന്നെങ്കിലും പക്ഷേ ബിജെപി പിന്നോട്ട് പോകും എന്നുള്ളതാണ് നിലവിൽ കണക്കുകൂട്ടുന്നത്. വട്ടിയൂർക്കാവിൽ 3ാം സ്ഥാനത്തേക്കാകും എത്തുക എന്നുള്ളതാണ്. ആർ ശ്രീലേഖയാണ് അവിടെ സ്ഥാനാർത്ഥി. അവർ 3ാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നുള്ളതാണ് നിലവിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ലഭിച്ച കണക്കുകളും അവരുടെ ഒരു പ്രാഥമിക വിലയിരുത്തലും സൂചിപ്പിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. ഒപ്പം തന്നെ ഷോൺ ജോർജ്, പാലായിൽ ഷോൺ ജോർജ്, നിലവിൽ പൂഞ്ഞാറിൽ പി സി ജോർജ് ഉൾപ്പെടെയുള്ളവർ മത്സരിച്ചു. പി സി ജോർജ് നേരത്തെ ഇവിടെ MLA ആയതാണ്. അവിടെയൊക്കെ ജയിച്ചു കയറാമെന്നുള്ള പ്രതീക്ഷ ബിജെപിക്കുണ്ടായിരുന്നു. ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് മത്സരിച്ചത്. അവിടെയും ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ട് നേടി വിജയിക്കാം എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലുള്ള പരിഗണന കൂടി അവിടെ ലഭിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതെല്ലാം പാളി എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണം ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളി എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി വന്നതിന് ശേഷമാണ് ക്രിസ്തീയ വിഭാഗങ്ങളിൽ കടന്നു കയറാനുള്ള ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പദ്ധതിക്ക് തന്നെ ബിജെപി രൂപം നൽകുകയും അത്തരത്തിലുള്ളൊരു നീക്കമൊക്കെ നടത്തുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് വിലപ്പോയില്ല. അതിന് വേണ്ടത്ര ഗുണം ലഭിക്കും. അല്ല ചന്ദ്രശേഖര, അങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് പറയാതെ തന്തയും മോനും കുറെ കഷ്ടപ്പെട്ടതാ. പോരാഞ്ഞിട്ട് ഹവാല പണവും പൂഞ്ഞാറിലേക്കും പാലായിലേക്കും ഒരുപാട് ഒഴുക്കിയിട്ടുമുണ്ടല്ലോ. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാനെങ്കിലും ഒന്ന് കാത്തിരുന്നൂടെ? ഇത് ഒറ്റയടിക്ക് ഒരു പ്രതീക്ഷയുമില്ല, ഒരു വിജയപ്രതീക്ഷയുമില്ല, എല്ലാ സാധ്യതകളും അവസാനിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇനിയും ഒരു മാസം കിടക്കുകയാണ് റിസൾട്ട് എണ്ണാൻ. വോട്ടെണ്ണാൻ ഇനിയും ഒരു മാസം കിടക്കുക, റിസൾട്ട് വരാൻ ഒരു മാസം ബാക്കിയാ. എന്നിട്ട് ഒരു ദയയും കാണിക്കാതെ, തന്തയും മോനോടും ഒരു ദയയും കാണിക്കാതെ 8 നിലയിൽ പൊട്ടുമെന്നൊക്കെ ഇങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? സംഭവം ശരിയാ. ബിജെപിക്ക് സംഘപരിവാറിന് ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ഒരു അക്കൗണ്ടും തുറക്കാൻ കഴിയില്ല എന്നുള്ളത് വലിയ വാസ്തവം തന്നെയാ. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ അപമാനിക്കാൻ പാടുണ്ടോ? ഇപ്പോൾ വിജയിക്കുമെന്ന് കരുതിയിട്ടാണ് സ്വാഭാവികമായിട്ടും മത്സരിച്ച സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ തന്തക്കും മോനിക്കും പൂഞ്ഞാറിലും പാലായിലും മത്സരിച്ചു എന്നുള്ള സ്ഥാനാർത്ഥികൾ എന്നുള്ള രീതിയിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ കൈവെക്കാമായിരുന്നു. ഇതിപ്പോൾ മത്സരിക്കാൻ പറഞ്ഞ BJP തന്നെ തന്തയും മോനും 8 നിലയിൽ പൊട്ടുമെന്ന് പറയുമ്പോൾ അവരുടെ ഒരു ദുഃഖം എത്രത്തോളമായിരിക്കും? ഞാനിപ്പോൾ ഈ വാർത്ത BJPയുടെ തെരഞ്ഞെടുപ്പ് അവലോകനം കഴിഞ്ഞിട്ട് അവരുടെ വിലയിരുത്തലുകൾ പുറത്തേക്ക് വന്ന വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ ഷോൺ ജോർജിൻ്റെ വാർത്താ സമ്മേളനം കാണുക. ഷോൺ ജോർജ് ആകെ ഹാലിളകിയിരിക്കുകയാണ്. അതല്ലെങ്കിലും അങ്ങനെയല്ലേ സംഭവിക്കുകയുള്ളൂ. ഈ കേരളത്തിൻ്റെ ജനതയ്ക്ക് ഒരു തീരുമാനമുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അത് എല്ലാവർക്കും ആ ഒരു തീരുമാനമായിരുന്നു. എന്താണ്? ആരൊക്കെ ജയിച്ചാലും തന്തയും മോനും പരാജയപ്പെടണമെന്നുള്ളത്. അത് സംഭവിക്കാൻ പോവുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല നടക്കാൻ പോകുന്നത്. കേരളത്തിൽ A ക്ലാസും A+ഉം Bയും B+ഉം ഒക്കെ ആക്കി തിരിച്ച മണ്ഡലങ്ങളിൽ എല്ലായിടത്തും തോക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ പാലക്കാട്ട് ശോഭാ സുരേന്ദ്രനെ കൊണ്ടുപോയി നിർത്തി മുക്കിലൂട്ട വലിക്കാമെന്ന് കരുതിയതാ, അതും ദിം തരികിടതും. അത് കഴിഞ്ഞിട്ട് ഉള്ളിസുര മഞ്ചേശ്വരത്ത് അങ്ങേ തലക്ക പോയിട്ട് മത്സരിക്കുക. അവിടെയും കടുത്ത മത്സരമാ. പക്ഷേ രക്ഷയില്ല, പ്രതീക്ഷയില്ല, വിജയപ്രതീക്ഷയില്ല എന്നാരാ പറയുന്നത്? ഞാനാണോ? അല്ല, സംഘപരിവാറുകാർ പറയാണ്. അപ്പം അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഇവർ എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ ആകെ കടുത്ത മത്സരം ഉണ്ടായി എന്ന് പറയുന്നത് കേരളത്തിൽ 143 മണ്ഡലങ്ങളിലാണ്. BJPയുടെ വിലയിരുത്തലാണ് ഞാൻ പറയുന്നത്. അതിൽ തന്നെ ഈ മഞ്ചേശ്വരവും ഈ 3 മണ്ഡലങ്ങളിൽ പെടുന്നതാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് വിജയിക്കുമെന്ന് പ്രതീക്ഷയില്ല. അവിടെ ഒരു മത്സരം ഉണ്ടായിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ജയം അത് ഉറപ്പില്ല എന്ന് BJP പറയുക. അതുപോലെ ഈ പറയുന്ന പാലായിലും അതുപോലെ പൂഞ്ഞാറിലും അവിടെ പിന്നെ കടുത്ത മത്സരമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അവിടെ 8 നിലയിൽ പൊട്ടലാണ്. മനസ്സിലായില്ലേ? മഞ്ചേശ്വരത്ത് കടുത്ത മത്സരം എന്നാണ് അവരുടെ വിലയിരുത്തൽ. പക്ഷെ പാലായിലും പൂഞ്ഞാറിലും 8 നിലയിൽ പൊട്ടും തന്തയും മകനും എന്നുള്ളതാ. അത് കേൾക്കുമ്പോൾ ഒരു വലിയ സുഖം. എന്താണ്? മറ്റൊന്നുമല്ല, ആ ചെറ്റകൾ ജയിക്കാൻ പാടില്ല, അത്ര തന്നെ. ഈ 2 ചെറ്റകൾ കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ, യൂദാസുമാർ അല്ലേ? അതിൽ സഭ ആദ്യമൊക്കെ
അവരുടെ കൂടെയൊക്കെ നിന്നു എന്നുള്ള ഒരു പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സഭക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. ഭൂലോക ചെറ്റകളായി രണ്ടെണ്ണം എന്നുള്ളത് 8 നിലയിൽ പൊട്ടും. തന്തയും മകനും പൂഞ്ഞാറിലും പാലായിലും വിജയിച്ച് കയറില്ല. അത് BJP തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പണമൊഴുക്കിയിട്ടുണ്ട് കേട്ടോ, വേണ്ട വിധത്തിൽ. ഹവാല മണി വേണ്ട വിധത്തിൽ കേരളത്തിൽ ഒഴുക്കിയിട്ട് തന്നെയുണ്ട്. പക്ഷേ നോ വേ, എവിടെയും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാ. മഞ്ചേശ്വരത്തും ഒരു വലിയ സന്തോഷം നൽകുന്ന വിജയമാ AKM അഷ്റഫിൻ്റെത്. അതിപ്പോൾ നമ്മൾ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ അവലോകന യോഗങ്ങൾ കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ഉറപ്പിച്ചതാ. പക്ഷേ എതിർപക്ഷത്ത് ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ സംഘപരിവാറുകാരും ഉള്ളിസുരയും ഇപ്പം പറയുന്നു ഇല്ല, വഴിയില്ല, രക്ഷയില്ല ഒരു രീതിയിലും. അതല്ലെങ്കിലും അങ്ങനെയാ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ വളരെ ചെറിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച AKM അഷ്റഫ് അല്ല ഇന്ന് മഞ്ചേശ്വരത്തിൻ്റെ മണ്ണിൽ മത്സരിക്കുന്നത്. മറിച്ച് മഞ്ചേശ്വരം അഷ്റഫ് എന്ന് പറയുന്ന മനുഷ്യൻ ആ മണ്ണിൽ വല്ലാത്തൊരു ഒരു സ്വീകാര്യത ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് അവിടെ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു ലീഗുകാരൻ എന്നുള്ള രീതിയിൽ AKM അഷ്റഫിൻ്റെ വിജയം അത് വലിയ സന്തോഷം നൽകുന്നതാണ്. കാരണം നമ്മളിപ്പോൾ മലപ്പുറത്തോ വേങ്ങരയിലോ അല്ലെങ്കിൽ മഞ്ചേരിയിലോ കൊണ്ടോട്ടിയിലോ പെരിന്തൽമണ്ണയിലോ താനൂരിലോ തിരൂരിലോ ഒന്നും ഈ മത്സരങ്ങൾ പോലെയല്ല, അല്ലെങ്കിൽ അവിടുത്തെ വിജയങ്ങളെ പോലെയല്ല. മഞ്ചേശ്വരത്തെ വിജയം എന്ന് പറയുന്നത് അത് ഇരട്ടി വിജയമാണ്. ഒന്ന് ലീഗിൻ്റെ വിജയമാണ്, AKM അഷ്റഫിൻ്റെ വിജയമാണ് എന്നുള്ളത്. മറ്റൊന്ന് എന്ന് പറയുന്നത് അത് മതേതരത്വത്തിൻ്റെ വിജയമാണ് എന്നുള്ളത്. സംഘപരിവാറിനെയാണ് അവിടെ പരാജയപ്പെടുത്തുക എന്നുള്ളത്. അത് വലിയ ഇരട്ടി മധുരമുള്ളതാ. പിന്നെ ആ മഞ്ചേശ്വരത്തിൻ്റെ മണ്ണിൽ നിന്ന് അവിടെ നിന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ VD സതീശന് വേണ്ടി കൈപൊക്കാൻ ഒരാൾ ഉണ്ടാകുമെന്നുള്ളതും. ഇതിനപ്പുറം പിന്നെ എന്താ നമുക്ക് വേണ്ടത്, അല്ലേ? ഇതിനപ്പുറം എന്താ വേണ്ടത്? വളരെ കൃത്യമായിട്ട് ഞാനിപ്പോൾ ഇപ്പോൾ അതൊരു ഭാഗത്ത് നിൽക്കുന്നു, ഇതൊരു ഭാഗത്ത് നിൽക്കുന്നു. തന്തൻ്റെയും മോൻ്റെയും കാര്യം ആലോചിക്കുമ്പോൾ വല്ലാത്ത വെപ്രാളമാണ്. തന്തയും മോനും കാല് വരെ നക്കി നോക്കി. തന്ത ഈരാറ്റുപേട്ട ടൗണിൽ ഇറങ്ങിയിട്ട് കമന്ന് കിടക്കുകയായിരുന്നു, നക്കലോട് നക്കല്. പക്ഷേ ഇവനൊക്കെ എത്ര നക്കിയാലും ഇവനെ പരാജയപ്പെടുത്തണമെന്ന് ആ സമൂഹം, ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു. അതവർ വളരെ കൃത്യമായിട്ട് ആ ഒരു ഏർപ്പാട് അതങ്ങ് കൃത്യമായി ചെയ്തു തീർത്തിട്ടുണ്ട്. അവരുടെ ഡ്യൂട്ടി വളരെ കൃത്യമായിട്ടത് ചെയ്ത് തീർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോൾ BJPയുടെ വിലയിരുത്തൽ കഴിഞ്ഞപ്പോൾ ഇരട്ടി മധുരങ്ങളാണ്. ഒന്ന് മഞ്ചേശ്വരത്തെ ഇരട്ടി മധുരം, പിന്നെ ഈ പാലായിലെയും പൂഞ്ഞാറിലെയും. തന്തയും മോനും എന്താ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് മുമ്പ്? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അച്ഛനും മകനും കേരളത്തിൻ്റെ നിയമസഭയിലെ അംഗങ്ങളാകും. എൻ്റെ വായിൽ വന്നത് വേറെ കേട്ടോ, ഞാനതാ അതൊക്കെ കേട്ട നമുക്ക് ഈ രണ്ട് ചെറ്റകളുടെയും തോൽവി എന്ന് പറയുന്നത് ആഘോഷിച്ചാലും തീരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ അങ്ങ് പരാജയപ്പെടുത്തി അടിച്ച് മൂലക്കിരുത്തണം. അപ്പോൾ ഇനി ഷോൺ എന്താക്കിയാൽ മതി? മകൻ ഇനി ഒരു കണക്കുണ്ടാക്കണം. ആർക്ക് കൊടുക്കാൻ? അമിത്ഷായ്ക്ക് കൊടുക്കാൻ ഒരു കണക്കുണ്ടാക്കണം, അല്ലേ? കുറേ വാങ്ങി നക്കിയിട്ടുണ്ടല്ലോ. ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് തങ്ങളുടെ കക്ഷത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷായുടെ കയ്യിൽ നിന്ന് കുറേ വാങ്ങി നക്കിയിട്ടുണ്ട് തന്തയും മോനും. അപ്പം അതിൻ്റെ കണക്ക് പറയേണ്ടി വരും. ആ വെപ്രാളം ഷോണിനെയും തന്തയെയും വല്ലാതെ അലട്ടുന്നുണ്ട്. എന്തായാലും ആ അലട്ടൽ തന്നെയാണ് ഇപ്പോൾ തെറിവിളികളാണ്. ഇപ്പം ഇന്നും ഇറങ്ങിയിട്ടുണ്ട് മകൻ, ഇന്നും തെറിവിളികളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും BJP തന്നെ ഇത്ര വലിയ ചതി ചെയ്യരുതായിരുന്നു. മത്സരിപ്പിച്ചതും എന്ന് പറഞ്ഞതുമൊക്കെ BJP അല്ലേ? അപ്പോൾ മത്സരിപ്പിച്ച് കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ആ റിസൾട്ട് വരുന്നത് വരെയെങ്കിലും ഒന്ന് കാത്തിരുന്നൂടെ? അതുവരെയെങ്കിലും സ്വപ്നം കാണാൻ അനുവദിച്ചൂടായിരുന്നോ? ഇത് ആദ്യമേ കയറിയിട്ട് 8 നിലയിൽ പൊട്ടുമെന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രതീക്ഷയുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ പാവങ്ങളെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്, അല്ലേ? അയ്യോ, കഷ്ടമായിപ്പോയി. അപ്പോൾ തന്തയും മോനും വലിയ കഷ്ടത്തിലാണ്. കഷ്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇവർ കരുതിയത്
അത് തന്തയും മോനും മാത്രമല്ല കേട്ടോ, കേരളത്തിലുടനീളം സംഘപരിവാർ കരുതിയത് ഈ ഹവാല മണി ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഹവാല മണി ഉപയോഗിച്ച് കിട്ടുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗം അവർക്ക് കൊടുക്കാം, പാവങ്ങൾക്ക് കൊടുക്കാം, അതിലൂടെ അവരെ വോട്ടൊക്കെ കിട്ടും, എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് നക്കാം എന്നുള്ളതായിരുന്നു കണക്കുകൂട്ടൽ. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വിജയിച്ച് കയറാൻ കഴിയും എന്നുള്ളതായിരുന്നു കണക്കുകൂട്ടൽ. ഇപ്പോൾ അവസാനം നക്കി, വന്ന പണം മൊത്തം തീർത്തു. കാരണം പഴയ ആദ്യം വാങ്ങിയ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും കടങ്ങളൊക്കെ വീട്ടി. ശോഭാ സുരേന്ദ്രൻ ഏപ്രിൽ 8-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പഴയ ദല്ലാൽ നന്ദകുമാറിന് കൊടുക്കാനുണ്ടായ 10 ലക്ഷം തിരിച്ചു കൊടുത്തത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ചൂടിനിടയിലും ആ പണം തിരിച്ചു കൊടുക്കാൻ ശോഭ മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം എവിടുന്ന് വന്നു ശോഭക്കറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ പണം കൊടുക്കാൻ പറ്റൂല എന്ന്, എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കാൻ പറ്റൂല എന്നുള്ളത് ശോഭക്കറിയാം. ശോഭ അതുകൊണ്ടാണ് ആ നിശബ്ദ പ്രചരണത്തിൻ്റെ അന്ന് അത് എടുത്ത് കൊടുക്കുകയും ചെയ്തത്. എന്താണെങ്കിലും നക്കിയതിനുള്ള കണക്ക് ഇപ്പോൾ അമിത്ഷായുടെ മുമ്പിൽ കൊടുക്കേണ്ട അവസ്ഥയിലാണ് സംഘപരിവാരം ഉള്ളത്. തന്തയും മോനും 8 നിലയിൽ പൊട്ടുകയും ചെയ്യും. ഇതിൽ പരം കേരളത്തിന് സന്തോഷിക്കാൻ വേറെന്താ വേണ്ടത് അല്ലേ? അപ്പോൾ നല്ല ഒരു വലിയ തോൽവി. ഇനി അങ്ങോട്ട് കുരുപൊട്ടലിൻ്റെ ദിവസങ്ങളാ. ഇത്രയും ദിവസം സഭയെയും സഭാ നേതൃത്വത്തെയും മെത്രാന്മാരെയും പിതാക്കന്മാരെയും ഒക്കെയാണ് തെറി വിളിച്ചതെങ്കിൽ ഇനി തെറി വിളിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ഒന്നടങ്കമായിരിക്കും. അതിൽ ആരായിരിക്കും മുന്നിൽ മറ്റാരുമല്ല. അപ്പോൾ പൂഞ്ഞാറിൽ തോറ്റു കഴിഞ്ഞാൽ PC ആകെ കട്ടക്കലിപ്പിലാകും. പിന്നെ ആ പരമചെറ്റ പൂഞ്ഞാർ ചെറ്റ തെറിവിളികൾ ഇത്രയും ദിവസം സഭയ്ക്കെതിരെയാണെങ്കിൽ ഇനിയിപ്പോൾ സഭയെ ഒന്നും എല്ലാം അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് മുസ്ലിം സമുദായത്തിന് നേരെയായിരിക്കും തെറിവിളികൾ എന്നുള്ളതാ. എന്നാൽ അവരങ്ങോട്ട് വിളിക്കട്ടെ. ആ കുരുപൊട്ടൽ നമുക്ക് കാണുമ്പോൾ വേറെ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് ആ കുരുപൊട്ടൽ കാണുമ്പോൾ ലഭിക്കുന്നത് എന്നുള്ളതാണ്.